ഇന്ന് എനിക്ക് ഡെലിവറി ചെയ്യാനുള്ളത് 2 ഓർഡേഴ്സ് ആണെങ്കിലും ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ലൈക്ക് കേക്ക്, ബൊക്കെ, ഫോട്ടോ ഫ്രെയിം, ചോക്ലേറ്റ് ബോക്സ് അങ്ങനെ തുടങ്ങി ഓൾമോസ്റ്റ് ഒരുപാട് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 2 വർക്കാണ് വരുന്നത്. രണ്ടും ലൊക്കേഷൻ വരുന്നത് അലനല്ലൂർ തന്നെയായിരുന്നു. നമുക്ക് വർക്ക് ഡെലിവറി ചെയ്യാനുള്ള ദിവസങ്ങളിൽ ഒരേ സ്ഥലത്തേക്ക് തന്നെ വർക്കുകൾ കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. രണ്ടും രണ്ടറ്റത്തേക്കുള്ള ഡെലിവറി വരുന്ന ദിവസങ്ങളും നമുക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ മാക്സിമം ടൈം കൺസ്യൂം ചെയ്തിട്ട് നമ്മൾ അതിനനുസരിച്ച് ഡെലിവറി പ്ലാൻ ചെയ്യാറാണ് പതിവ്. എനിവേസ് ഇത് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. രണ്ടും ഒരേ ലൊക്കേഷനിലേക്ക് വർക്ക് കിട്ടിയ ഒരു ദിവസം. ഇന്ന് നമ്മൾ ഡെലിവറി ചെയ്യുന്ന ഓരോ ഐറ്റവും നമ്മളൊരു പിങ്ക് തീമിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ലൊക്കേഷൻ വരുന്നത് അലനല്ലൂർ സെന്ററിൽ തന്നെ ആയിരുന്നു. അവിടെ നമുക്ക് ഡെലിവറി ചെയ്യാനുള്ളത് ഒരു കസ്റ്റമൈസ്ഡ് കേക്കും ഫ്രഷ് ഫ്ലവർ ബൊക്കയും ചോക്ലേറ്റ് ബോക്സും ഒരു ഫോട്ടോ ഫ്രെയിമും ആയിരുന്നു. സെക്കൻഡ് ലൊക്കേഷൻ വരുന്നത് ഉണ്ണിയാല് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കായിരുന്നു. അവിടെ നമ്മൾ ഈ ഒരു പിങ്ക് തീമിലുള്ള ഹാമ്പറാണ് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത്. ആളുടെ ബർത്ത്ഡേ ആയിരുന്നു. പക്ഷെ വൈഫ് പ്രഗ്നന്റും കൂടെ ആയതിനെ കൊണ്ട് കുറച്ച് നട്ട്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് ചോക്ലേറ്റ്സും ആഡ് ചെയ്തിട്ടുള്ള ഒരു ഹാമ്പർ ബോക്സ് ആണ് നമ്മൾ അവിടെ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത്. അലനല്ലൂർ ഫസ്റ്റ് നമ്മൾ ഡെലിവറി ചെയ്ത ഈ ഒരു വർക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു എനിക്ക്. കാരണം ആളുടെ എക്സൈറ്റ്മെന്റ് കണ്ടപ്പോൾ ഞാനേ ഓർത്തു ഇന്ന് ബർത്ത്ഡേ അല്ല എന്നുള്ളത്. അത്രത്തോളം ആള് എക്സൈറ്റഡും സർപ്രൈസ്ഡും ആയിരുന്നു ഈ ഒരു വർക്ക് നമ്മൾ ഡെലിവറി ചെയ്ത സമയത്ത്. പോകുമ്പം ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ പോകുന്ന ആൾക്കാരാണ് ഞങ്ങളെങ്കിലും തിരിച്ചു വരുമ്പോഴുള്ള അവസ്ഥ എപ്പോഴും ഇങ്ങനെ ആയിരിക്കും. അത് പലതരം വാശികളായിട്ട് വരാറുണ്ട്. ചിലപ്പോൾ കേക്കിനായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും സ്നാക്സിനായിരിക്കും, ചിലപ്പോൾ ചായക്കായിരിക്കും. അങ്ങനെ ഓരോരോ ആഗ്രഹങ്ങളാണ് ഓരോ വർക്ക് ഡെലിവറി ചെയ്ത് വരുമ്പോഴും ആൾക്ക്. എന്തായാലും ഇന്നത്തെ സിറ്റുവേഷൻ ഇങ്ങനെയായിരുന്നു.